ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ് ഇത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ നമുക്കൊരു കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. 250 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി എടുക്കുന്ന സമയത്ത് ഇതിന് പ്രത്യേകിച്ച് ഒരു പരുവൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ശർക്കര ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. പിന്നെ പൊടിയായിട്ടൊക്കെ കിട്ടുന്ന ശർക്കര ഉണ്ടല്ലോ, ഇപ്പോൾ ശർക്കരപ്പൊടിയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ശർക്കരപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഉരുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അതേ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കൊഴുക്കട്ടയ്ക്കുള്ള മാവാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചോറ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ വെള്ളരിയുടെ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ടരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്കിതിന് എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ അതേ ചോറ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചോറ് നമ്മൾ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് മാവുണ്ടല്ലോ അതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകുകയൊന്നും ചെയ്യരുത്. ഞാനിവിടെ 1/4 കപ്പ് ചോറിലേക്ക് വെറും 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് വീണ്ടും ഇതിലോട്ട് ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയ പോലൊക്കെ തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ വെള്ളം കുറവ് പോലൊക്കെ ആയി തോന്നിയപ്പോൾ ഞാനൊരല്പം വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലൊക്കെ ഒന്ന് തടവിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് കൊഴുക്കട്ടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കിയിട്ട് എടുക്കില്ല, ആ ഒരു സമയം മാത്രം ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഫില്ലിംഗ് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ 2 ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തേങ്ങ ഒന്ന് ചൂടായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ തേങ്ങക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പൊടിയായിട്ടുള്ള ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പഴം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കണില്ല, വെറും തേങ്ങയും ശർക്കരയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലോണം തന്നെ ഒന്ന് വറ്റിയിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നോളൂ. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നല്ലൊരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് കൂടെ എടുക്കാം. ഇതുപോലെ ചെറിയൊരു കുഴി പോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മാത്രമാണ് കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഉരുട്ടിയിട്ട് നല്ലൊരു ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിവിടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഓരോ ഉരുണ്ടയും റെഡിയാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഞാനിത് ഇഡ്ഡലി തട്ടിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാതും ഈ ഒരു രീതിക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിലോട്ട് നമുക്ക് ഈ ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതേ കൊഴുക്കട്ടൊക്കെ ഇവിടെ നല്ലോണം തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഗോതമ്പ് കൊഴുക്കട്ട തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്